കാമന ഭാഗം 4 എഴുതിയത് സൂര്യകാന്തി. അവളിൽ നിന്നും നോട്ടം മാറ്റി നരേൻ ഉള്ളിലേക്ക് കടന്നുവന്ന് അവന്റെ കസേരയിലേക്ക് ഇരിക്കുന്നതിനിടെ കോൺസ്റ്റബിൾ കാര്യം അവന് വിവരിച്ചു കൊടുക്കുന്നത് ജാനിയും കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ആ കസേരയിൽ ഇരുന്ന് ഉരുകുകയായിരുന്നപ്പോൾ മുഖമുയർത്തി ഒരിക്കൽ കൂടെ അവനെ ഒന്ന് നോക്കാൻ അവൾ ഭയപ്പെട്ടു. അയാൾ തന്നെ നോക്കിയ ആ നോട്ടം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാം കേട്ടുകഴിഞ്ഞ് ആ മുഴക്കമുള്ള ശബ്ദത്തിൽ നരേൻ അത് പറഞ്ഞിട്ടും ജാനി മുഖമുയർത്തി അവനെ നോക്കിയില്ല. ധൈര്യമില്ല എന്നത് തന്നെയാണ് കാരണം. പണ്ടേ പോലീസ് എന്ന് കേട്ടാൽ പേടിയാണ്. ചെറുതിലെ വീട്ടിൽ പിള്ളേരുമായി അടിയുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിനെങ്കിലും വല്ലാതെ വാശി പിടിക്കുമ്പോഴൊക്കെ അമ്മ പോലീസിന്റെ പേര് പറഞ്ഞായിരുന്നു വിരട്ടുന്നത്. അക്കാലത്തൊരു കൊമ്പൻ മീശക്കാരൻ പോലീസ് ഉണ്ടായിരുന്നു ഇവിടെ. അയാളെ കാണുമ്പോഴേ കരയുമായിരുന്നു താനും. വലുതായപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുവെങ്കിലും പോലീസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പേടിയാണ് ഇപ്പോഴും. ജാനകിയെ സംബന്ധിച്ച് പോലീസ് എന്നത് മനുഷ്യപ്പറ്റില്ലാത്ത കൂട്ടരാണ്. അധികാരം ഉപയോഗിച്ച് നിസ്സഹായരായ മനുഷ്യരെ ചവിട്ടി അരയ്ക്കുന്നവർ. അവൾ കണ്ടതും കേട്ടതുമായ പോലീസുകാരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ താൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വെറുക്കുന്ന ഒരു മനുഷ്യൻ ആ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ അവനൊന്ന് തറപ്പിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ ആ മാലയെടുത്തത് താൻ തന്നെയാണെന്ന് പറഞ്ഞും പോകും ജാനകി. ആ മാല എടുത്തത് ഇവരാണെന്നതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് അല്ലേ? ഗൗരവ നിറഞ്ഞ ചോദ്യത്തോടെ വാദിഭാഗത്ത് നിൽക്കുന്ന സ്ത്രീയെ ഇരുത്തിയൊന്ന് നോക്കി നരേൻ. ജാനി തല തിരിച്ച് അവരെ ഒന്ന് നോക്കിയെങ്കിലും ആ ദയനീയമായ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചവർ. അതെ സർ, അവർക്ക് എങ്ങനെയെങ്കിലും തനിക്ക് നഷ്ടമായ സ്വർണം തിരിച്ചു കിട്ടിയാൽ മതി. എന്താ നിങ്ങളുടെ പേര്? രമ. അപ്പോഴും ജാനി നരേനെ നോക്കുന്നുണ്ടായിരുന്നില്ല. മാഡത്തിന്റെ പേര്? തനിക്ക് നേരെയുള്ള ആ ചോദ്യത്തിലൊരു ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കിയവൾ. ജാനകി, ജാനകി ഭദ്ര. തന്നിൽ മിഴികൾ ഉറപ്പിച്ച് നരേൻ ഇരുത്തിയൊന്ന് മൂളിയതും അറിയാതെ ജാനിയുടെ മിഴികൾ താഴ്ന്നുപോയിരുന്നു. അപ്പോൾ ആ മാല ഈ ഇരിക്കുന്ന ജാനകി നിങ്ങളുടെ ബാഗിൽ നിന്നും കവർന്നെടുത്തുവെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ സർ. ചോദ്യം അവരോടാണെങ്കിലും അയാളുടെ നോട്ടം തന്നിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ഓക്കെ, ഇനി മിസ് ജാനകിക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? തികച്ചും ഔപചാരികമായ ചോദ്യമെങ്കിലും അയാളുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. മാഡം, നരേൻ വീണ്ടും കനത്ത ശബ്ദത്തിൽ വിളിച്ചപ്പോൾ ജാനി പകപ്പോടെ അവനെ നോക്കി. അവരുടെ ഈ ആരോപണത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തവണ അവന്റെ ശബ്ദവും നോട്ടവുമെല്ലാം കനത്തിരുന്നു. ജാനിക്ക് ഉള്ളം വിറച്ചു. അത് ബസ്സിൽ വെച്ച് ഒരുവിധം മനസ്സുറപ്പിച്ച് കാര്യം പറയാൻ തുടങ്ങിയെങ്കിലും തന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിയ മിഴികളുടെ തീഷ്ണതയിൽ പറയാൻ വന്നതൊക്കെ അവൾ മറന്നുപോയിരുന്നു. അടുത്ത മാത്രയിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു വെച്ചിട്ടാണ് ജാനി ബാക്കി പറഞ്ഞതും. ബസ്സിൽ വെച്ച് തന്ന ബാഗ് വാങ്ങി മടിയിൽ വെച്ചുവെന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല സർ. ആ ബാഗ് കൂടാതെ സ്കൂൾ കുട്ടികളുടെ വേറെയും ബാഗുകൾ എൻ്റെ മടിയിലുണ്ടായിരുന്നു. ബാഗ് തിരികെ കൊടുത്തപ്പോഴാണ് അവർ മാല കാണുന്നില്ലെന്ന് പറയുന്നത്. ഞാനത് എടുത്തിട്ടില്ല. എൻ്റെ മടിയിൽ നിറയെ ബാഗുകളായിരുന്നു. അതിനിടയിൽ എനിക്ക് ആ ബാഗ് തുറന്ന് മാല എടുക്കാനൊന്നും സാധിക്കില്ല. ശ്വാസം വിടാതെ പറഞ്ഞു നിർത്തിയിട്ടാണ് ജാനി കണ്ണുകൾ തുറന്നത്. അപ്പോഴും ആ നോട്ടം തന്നിൽ തന്നെയാണെന്നറിഞ്ഞതും അസ്വസ്ഥതയോടെ മുഖം താഴ്ത്തിക്കളഞ്ഞിരുന്നവൾ. നരേൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി രമയെ നോക്കി.
ഇവർ ബാഗ് തുറന്ന് മാലയെടുക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? അത് അത് കണ്ടോ ഇല്ലയോ? നരേന്റെ ഒച്ചയുയർന്നതും അവർ ഭയത്തോടെ ആ ക്ഷണം തന്നെ മറുപടിയും പറഞ്ഞിരുന്നു. ജാനകി നിങ്ങളുടെ ബാഗ് വാങ്ങി മടിയിൽ വെച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവരാണ് ഈ മാല എടുത്തതെന്ന് നിങ്ങൾ ആരോപിക്കുന്നത്, അല്ലേ? തന്നിൽ നിന്നും നോട്ടം മാറ്റാതെയാണ് അവനത് ചോദിക്കുന്നതെന്ന് കണ്ടതും ജാനിയുടെ മുഖം വിളറി. അന്നൊരിക്കൽ ആരും കാണാതെ വിഷ്ണുവേട്ടന്റെ ബാഗ് തുറക്കുന്ന നരേൻ. അവൾക്കെന്തോ ആ നിമിഷം ആ രംഗം ഓർമ്മ വന്നു. മാല ബാഗിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ആ ബാഗ് ആകെ കൊടുത്തിട്ടുള്ളത് ജാനകിക്കാണ്, അല്ലേ? അല്ല. രമ മറുപടി പറയും മുമ്പേ തന്നെ ജാനകി അത് പെട്ടെന്ന് ഓർത്തിരുന്നു. സത്യത്തിൽ നരേന്റെ ആ ചോദ്യത്തിലാണ് അവൾക്കത് ഓർമ്മ വന്നത്. നരേൻ നെറ്റിച്ചൊളിച്ച് നോക്കുന്നുണ്ട്. എന്റെ അടുത്തിരുന്നൊരു മധ്യവയസ്കയായ സ്ത്രീയുടെ കയ്യിലാണ് ഇവർ ആദ്യം ആ ബാഗ് കൊടുത്തത്. അവർക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയതും അവർ ആ ബാഗ് എന്റെ കയ്യിൽ തന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റോപ്പിലായിരുന്നു എനിക്ക് ഇറങ്ങാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ബാഗ് തിരികെ കൊടുത്തു. ആ സമയം നരേനോടുള്ള ഭയത്തേക്കാൾ തന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള ചിന്തയായിരുന്നു അവളിൽ മുന്നിട്ട് നിന്നത്. നിങ്ങളല്ലേ പറഞ്ഞത് ബാഗ് ഇവരുടെ കയ്യിലാണ് കൊടുത്തതെന്ന്? നരേന്റെ ആ ചാട്ടത്തിൽ ജാനകിയും രമയും മാത്രമല്ല, കൂടെ വന്ന ബസ്സിലെ കണ്ടക്ടർ വരെ ഞെട്ടിയിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് വെപ്രാളത്തിൽ ഓർത്തില്ല സാറേ, രമ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഒട്ടും സൗമ്യതയില്ലാത്ത എസ് ഐയുടെ മുഖഭാവവും അവരെ ഭയപ്പെടുത്തിയിരുന്നു. നിങ്ങളുടെ വെപ്രാളം കാരണം ആർക്കു നേരെയും ആരോപണം ഉന്നയിക്കാമെന്നാണോ? അവർക്ക് മറുപടിയില്ല. ഈ പറഞ്ഞ മധ്യവയസ്കയെ ജാനകിക്ക് അറിയാമോ? ബസ്സിൽ കാണാറുണ്ട്. കച്ചേരിപ്പടിയാണ് ഇറങ്ങാറുള്ളത്. നരേൻ ചോദ്യഭാവത്തിൽ കണ്ടക്ടറെ നോക്കി. കച്ചേരിപ്പടിയിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന കുറച്ച് സ്ത്രീകൾ സ്ഥിരമായി കയറാറുണ്ട് സാറേ, കണ്ടക്ടർ ഓർത്തെടുത്ത് പറഞ്ഞു. നരേൻ പറഞ്ഞതനുസരിച്ച് ബസ്സിലെ ക്ലീനറെ വിളിപ്പിച്ചപ്പോൾ അവൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു, ജാനി പറഞ്ഞ കച്ചേരിപ്പടി ഇറങ്ങിയ ആ മധ്യവയസ്ക ആ സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കാരിയാണെന്ന്. ഇതിനോടകം ബസ്സിലെ യാത്രക്കാരെയെല്ലാം ചെറിയൊരു ചെക്കിങ്ങിന് വിധേയരാക്കി കണ്ടക്ടറെയും കിളിയെയും സ്റ്റേഷനിൽ തന്നെ നിർത്തി ബസ് ട്രിപ്പിന് വിട്ടിരുന്നു നരേന്റെ നിർദ്ദേശം അനുസരിച്ച് പോലീസുകാർ. ഇവരെയും കൂട്ടി ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആ സ്ത്രീയെ കൂട്ടിയിട്ട് വാ, കോൺസ്റ്റബിളിനോടായി പറഞ്ഞതും നരേന്റെ നോട്ടം ഒന്ന് ജാനകിയിലെത്തി. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. എഴുന്നേറ്റുകൊണ്ടവൻ പറയുമ്പോൾ കോൺസ്റ്റബിൾ തെല്ലൊരു അമ്പരപ്പോടെ നരേനെ നോക്കുന്നുണ്ട്. അവിടെ വെച്ച് തീർക്കാൻ പറ്റുമോന്ന് നോക്കാം, അലസമായി പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്ക് നടന്നിരുന്നു. നരേൻ നേരെ ചെന്ന് ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്ത ജീപ്പിന്റെ മുൻപിലെ സീറ്റിലേക്ക് കയറിയിരുന്നു. അങ്ങോട്ട് കയറിക്കോ, കൂടെയുണ്ടായിരുന്ന വനിതാ പോലീസ് പറഞ്ഞുവെങ്കിലും ഒരു നിമിഷം നിസ്സഹായതയോടെ നിന്നിട്ടാണ് ജാനി അതിനുള്ളിലേക്ക് കയറിയത്. അവൾക്ക് അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു പോലീസ് ജീപ്പിനുള്ളിൽ താൻ, അതും ഒരു കള്ളിയെപ്പോലെ. ആ നിമിഷം മരണം മുൻപിൽ വന്നു നിന്നാൽ മറ്റൊന്നും ഓർക്കാതെ മരണത്തെ പുൽകാനും റെഡിയായിരുന്നു ജാനകി. ജാനകിയും ഒരു വനിതാ പോലീസും രമയും ഒരു സൈഡിലായും കോൺസ്റ്റബിളിനൊപ്പം കണ്ടക്ടറും ക്ലീനറും കയറിയിരുന്നു ആ ജീപ്പിൽ. മുഖം കുനിച്ചിരുന്ന ജാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊരു തുള്ളി കവിളിലേക്ക് വീണിരുന്നു. അത് വിരൽത്തുമ്പുകൊണ്ട് തുടച്ചു മാറ്റുന്നതിനിടെ അറിയാതെയാണ് അവളുടെ നോട്ടം മുൻ സീറ്റിലേക്കൊന്ന് പാളിയത്. മിററിലൂടെ തന്നെ നോക്കുന്നവൻ മീശയിലൊന്ന് തടവി
മീശത്തുമ്പ് കടിച്ചു പിടിച്ചതും ജാനി വെപ്രാളത്തോടെ മുഖം താഴ്ത്തി കളഞ്ഞിരുന്നു. സ്റ്റേഷനിലെ പ്രകടനം കണ്ട് ഇടയ്ക്ക് തന്നെ അയാൾക്ക് മനസ്സിലായില്ലേ എന്നൊരു സംശയം ഇടയ്ക്ക് തോന്നിയിരുന്നുവെങ്കിലും ഇടയ്ക്കിടെ തന്നെ തേടിയെത്തുന്ന നോട്ടത്തിലെ കടുപ്പം അതങ്ങനെയല്ല എന്നും തെളിയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ കൂടി മുഖമുയർത്തി നോക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. സൂപ്പർ മാർക്കറ്റിൽ എത്തിയതും മാനേജരോട് കാര്യം സൂചിപ്പിച്ച് അയാളുടെ ഓഫീസിൽ ആ സ്ത്രീയെയും കാത്തിരിക്കുമ്പോഴും ജാനിയുടെ ഉള്ളിൽ പ്രാർത്ഥനകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇവരാണ് എൻ്റെ അടുത്തിരുന്നത്. പരിഭ്രമം മറച്ചുവെച്ച മുഖവുമായി ഒരു സ്ത്രീ ആ ഓഫീസിലേക്ക് കടന്നു വന്നതും ജാനി അറിയാതെയാണത് പറഞ്ഞു പോയത്. നരേൻ അവരെയൊന്ന് നോക്കിയിട്ടാണ് ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞത്. എന്താ നിങ്ങളുടെ പേര്? ഷൈനി. അവരുടെ ഭയം മുഖത്തറിയാം. അപ്പോൾ ഷൈനി ഇവരുടെ ബാഗിൽ നിന്നും എടുത്ത ആ മാല അങ്ങ് തിരികെ കൊടുത്തേക്ക്. അങ്ങേയറ്റം ഗൗരവത്തിലുള്ള ആ ആജ്ഞ കേട്ട് ജാനി അന്തം വിട്ട് നരേനെ നോക്കി. അത് ഞാൻ അത് ഞാനൊന്നും. കൂടുതൽ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. ഇപ്പോൾ തന്നെ അതങ്ങ് തിരിച്ചു കൊടുത്താൽ വലിയ തട്ടുകേടില്ലാതെ ഇതങ്ങ് തീർത്തേക്കാം. അല്ലാതെ നിരപരാധി ചമയാനാണ് ഭാവമെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി സത്യം പറയിക്കാൻ എനിക്കറിയാം. കഥ തുടരും.